Welcome all. I am Arun H.J., Assistant Professor, Department of Civil Engineering, SNIT Adur. Welcome to the class of MT Lab 2 for S5 KTU Civil Engineering batch. Today we are going to discuss 3 experiments. The main topic is test on cement. The experiments we are discussing today is all about the test on cement. The different tests we are looking are standard consistency test for cement, initial and final setting time of cement, compressive strength of cement. These are the 3 tests we are discussing in this video. Going to the first test, standard consistency test for cement. Our aim is to determine the normal or standard consistency of the given cement paste. ആദ്യം നമ്മൾ എന്തൊക്കെ അപ്പാരറ്റസ് ആണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നോക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് വികാറ്റ് അപ്പാരറ്റസ്. ഇതാണ് വികാറ്റ് അപ്പാരറ്റസ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, OPC. അത് ഏത് ഗ്രേഡ് വേണോ നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. പിന്നെ ഈ സിമെൻറ്റിൻ്റെ വെയിറ്റ് നോക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ബാലൻസ് ഉണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് മെഷറിംഗ് സിലിണ്ടർ. നമുക്കിതിൽ ഇവിടെ വാട്ടറിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ വാട്ടർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷറിംഗ് സിലിണ്ടർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അപ്പാരറ്റസ് ആയിട്ട് ഈ ടെസ്റ്റിന് വേണ്ടത്. ഇനി അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ടറും കൂടെ ആഡ് ചെയ്ത് സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സിമെൻറ്റ് പേസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ. നെക്സ്റ്റ് ഈ പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ സിമെൻറ്റ് പേസ്റ്റ് വികാറ്റ് മോൾഡിൽ വെക്കുന്നു. എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി 3 മുതൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളിത് വെക്കുന്നു. എന്നിട്ട് ആ മോൾഡിനെ നമ്മൾ നല്ല രീതിയിൽ ഷേക്ക് ചെയ്യുന്നു. കാരണം അതിൻ്റെ അകത്ത് എയർ ബബിൾസോ ഉണ്ടെങ്കിലോ എയർ ബബിൾസ് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ടോപ്പ് ലെയർ അല്ലെങ്കിൽ ടോപ്പ് സർഫസ് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ഇനി അതിലൊരു അപ്പാരറ്റസ് നോക്കുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് പ്ലഞ്ചർ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അത് 10 mm ഡയമീറ്ററും 50 mm ലെങ്തും ആയിരിക്കും. ഈ വികാറ്റ് അപ്പാരറ്റസിൽ അറ്റാച്ച്ഡ് ആണത്. ഇതിനെ നമ്മൾ റിലീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ പേസ്റ്റിലോട്ട്, ദാറ്റ് മീൻസ് സിമെൻറ്റ് പേസ്റ്റിലോട്ട് തനിയെ വീഴാനായിട്ട് നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇത് സിമെൻറ്റ് പേസ്റ്റിൽ വീഴുന്ന സമയത്ത് ഒരു ചെറിയ ഡെപ്ത് ഉണ്ടാകും. ദാറ്റ് മീൻസ് ഒരു പെനിട്രേഷൻ, ആ പ്ലഞ്ചർ പെനിട്രേറ്റ് ചെയ്ത് ആ സിമെൻറ്റോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ആ ലെങ്ത്, ആ റീഡിംഗ് ആണ്, എത്രത്തോളം പെനിട്രേറ്റ് ആയ ആ റീഡിംഗ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. എന്നിട്ട് ഈ ഫസ്റ്റ് ട്രയലാണ് അത് കഴിഞ്ഞത്. സെക്കൻഡ് ട്രയൽ ആഡിങ് വാട്ടർ ഓഫ് 27% ബൈ വെയിറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ 25 ആയിരുന്നു എടുത്തത്. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ 27% വാട്ടർ ഈ സിമെൻറ്റോട്ട് ആഡ് ചെയ്ത് വീണ്ടും നമ്മൾ ആ സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്യും. പെനിട്രേഷൻ വേണ്ടി ആ പ്ലഞ്ചർ ഉപയോഗിച്ചിട്ട് പെനിട്രേഷൻ ഉണ്ടാക്കും. ശതമാനവും 27% നമ്മൾ ചെയ്തു. എന്നിട്ട് ഇനി നമുക്ക് ഹയർ പെർസെൻറ്റേജ് വാട്ടർ ആഡ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പെനിട്രേഷൻ വാല്യൂ 33-നും 35 mm ഇടയിൽ കിട്ടാൻ വേണ്ടി മോൾഡിൻ്റെ ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു മോൾഡായിരിക്കും. മോൾഡ് ഇങ്ങനെ നമ്മൾ സിമെൻറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട്. പെനിട്രേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് മോൾഡിൻ്റെ ടോപ്പിൽ നിന്നും 33 മുതൽ 35 mm വരെ കിട്ടുന്ന രീതിയിൽ എത്രത്തോളം വാട്ടറാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്, എത്ര പെർസെൻറ്റേജ് വാട്ടർ ആഡ് ചെയ്ത് വേണം അത് കിട്ടും, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് particular percentage of water which allows the plunger to penetrate only to the depth 33 to 35 mm from top of the mold is known as the percentage of water required to produce a cement paste of standard consistency. സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു സിമെൻറ്റ് പേസ്റ്റിനെ
പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിൻ്റെ അളവ്. നമ്മൾ എത്ര ശതമാനം വാട്ടർ ആഡ് ചെയ്തപ്പോഴാണ് മോൾഡിൻ്റെ ടോപ്പിൽ നിന്ന് ഇത് പെനിട്രേറ്റ് ആയി 33 mm മുതൽ 35 mm വരെ കിട്ടി. 35 mm വരെ കിട്ടി. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി സിമെൻറ്റ് പേസ്റ്റ് എന്ന് പറയുന്നത്. ഈ പെർസെൻറ്റേജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്നാണ്. അപ്പം നമുക്കിവിടെ എഴുതാൻ പറ്റും. അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്: സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഓഫ് ദ ഗിവൺ സിമെൻറ്റ് സാമ്പിൾ ഈസ്. എത്രയാണ് കിട്ടിയത് അതവിടെ എഴുതുക. ഇതാണ് ഫസ്റ്റ് ടെസ്റ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ടെസ്റ്റാണ്. ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ ടൈം ഓഫ് സിമെൻറ്റ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വികാറ്റ് അപ്പാരറ്റസ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു വെയിങ് ബാലൻസ് വേണം. എന്ന് പറഞ്ഞാൽ നമുക്ക് സിമെൻറ്റ് എത്രത്തോളം എടുക്കുന്നുണ്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ട് എത്ര സിമെൻറ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ബാലൻസ്. പിന്നെ ഗേജിങ് ട്രവൽ. ഗേജിങ് എന്ന് പറഞ്ഞാൽ അത് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് ഓരോ IS കോഡിലും പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം ഏത് ഇതാണ് ഏത് ക്വാളിറ്റി ഉള്ള സാധനമാണ് വേണ്ടത്. ആ IS കോഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗേജിങ് ട്രവൽ എന്നാൽ അത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ട്രവൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അപ്പാരറ്റസ് ആയിട്ട് വേണ്ടത്. ഇനി അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ബ്ലോക്ക് ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ ആ മോൾഡിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമെൻറ്റ് പേസ്റ്റ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ഗ്രാം സിമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ 0.85 ടൈംസ് 300ൻ്റെ 0.85 ടൈംസ് വാട്ടറും എടുക്കും. 300 ഗ്രാംസ് സിമെൻറ്റും അതിൻ്റെ 0.85 ടൈംസ് വാട്ടറും എടുത്ത് അത് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരിക്കും. ആ ഡിസ്റ്റിൽഡ് വാട്ടറും ഈ സിമെൻറ്റുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റാർട്ട് എ സ്റ്റോപ്പ് വാച്ച് ഇൻ ദ ഇൻസ്റ്റൻറ്റ് വെൻ വാട്ടർ ഈസ് ആഡഡ് ടു ദ സിമെൻറ്റ്. എന്ന് പറഞ്ഞാൽ വാട്ടറും സിമെൻറ്റുമായിട്ട് ആഡ് ചെയ്ത സമയം എന്നിട്ട് ഇതിനെ വീക്കാറ്റ് മോൾഡിൽ നമ്മൾ നിറയ്ക്കും. ഇത് വീക്കാറ്റ് മോൾഡിൽ നിന്ന് റെസ്റ്റിംഗ് ഓൺ എ നോൺ പോറസ് പ്ലേറ്റ്. അതിൻ്റെ പുറത്തൊരു നോൺ പോറസ് പ്ലേറ്റ് വയ്ക്കും. ഫിൽ ദ മോൾഡ് കംപ്ലീറ്റ്ലി ആൻഡ് സ്മൂത്ത് ഓഫ് ദ സർഫസ് ഓഫ് ദ പേസ്റ്റ് മേക്കിംഗ് ഇറ്റ്സ് ലെവൽ വിത്ത് ദ ടോപ്പ് ഓഫ് ദ മോൾഡ്. മോൾഡിൻ്റെ പിന്നെ അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മോൾഡിങ് പ്ലേസ് ടെസ്റ്റ് ബ്ലോക്ക് ഇൻ ദ മോസ്റ്റ് closed or most moist room and allow it to remain there expect when determinations of time of setting are being made. എന്നിട്ട് നമ്മൾ സെറ്റിംഗ് ടൈം എന്ന് പറയുന്ന സമയത്ത് എത്ര ടൈമിനുള്ളിൽ വേണം എന്നുള്ളതാണ് ആഗ്രഹം. അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു റൂമിൻ്റെ അകത്ത് വെച്ചിട്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനിഷ്യലായിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വച്ചിരിക്കുന്ന ഇതിൻ്റെ പുറത്തൊരു പ്ലേറ്റ് വയ്ക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്കാറ്റ് അപ്പാരറ്റസ് എന്ത് ചെയ്യും, ഫ്രീലി ഫാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുന്ന സമയത്ത് സർഫസ് ഓഫ് ദ ടെസ്റ്റ് ബ്ലോക്ക് ആൻഡ് ക്വിക്ക്ലി റിലീസ് അലോയിങ് ദ പെനിട്രേറ്റ് ഇൻ ദ ടെസ്റ്റ് ബ്ലോക്ക്. നമ്മൾ പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കും. ഇത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. പ്രൊസീജിയർ അണ്ടിൽ ദ നീഡിൽ വെൻ ബ്രോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ടെസ്റ്റ് ബ്ലോക്ക് ആൻഡ് റിലീസ്ഡ് as described above fails to pass block beyond 5 plus or minus 0.5 mm measure from the bottom of the mold. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു മോൾഡിൻ്റെ ടോപ്പിൽ നിന്ന് 33 to 35 mm എന്ന് പറഞ്ഞു. ഈ കേസിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ വീക്കാറ്റ് മോൾഡിൻ്റെ ബോട്ടത്തിൽ നിന്ന് താഴെ നിന്ന് 5 mm പ്ലസ് ഓർ മൈനസ് 0.5 ആ ടൈമാണ് അതിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം. ചിലപ്പം
സഡൻലി വരും എന്ന് പറഞ്ഞാൽ ഏതൊരു ടൈമിൽ വരെയാണ് അത് എന്ത് ചെയ്തു ഇത്രയും ഡിസ്റ്റൻസ് അലോ ആയി, ആ ലാസ്റ്റ് ടൈമിനാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞെടുക്കുന്നത്. ഇത് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈമിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വച്ചിരിക്കും, അതൊന്ന് ഹാർഡ് ആവാൻ വേണ്ടിയിട്ട്. നമ്മുടെ സിമെൻറ്റ് പേസ്റ്റ് ഉണ്ട്, അത് കുറച്ച് ഹാർഡാവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കും. എന്നിട്ട് നീഡിലിനെ മാറ്റിയിട്ട് അവിടെ ഒരു വേറൊരു ആനുവൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയും, വേറൊരു സാധനം റീപ്ലേസ് ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കട്ടിയായതിനു ശേഷം ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നാൽ ദ സിമെൻറ്റ് ഷാൾ ബി കൺസിഡേർഡ് as finally set upon applying the needle gently to the surface of the test block. The needle makes an impression thereon while attachment fails to do so. കാരണം ചെറിയൊരു ഇംപ്രഷൻ മാത്രം. നേരത്തെ നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിൽ അത് നല്ല രീതിയിൽ പെനിട്രേറ്റ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. ഫൈനൽ സെറ്റിംഗ് ടൈമിൽ നമ്മൾ ഇംപ്രഷനാണ് നോക്കുക. ഏതൊരു സമയത്താണോ ഈ ഇംപ്രഷൻ വരാതിരിക്കുന്നത് ഒരു ടൈം, ദാറ്റ് മീൻസ് ചിലപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം, ചിലപ്പോൾ 1 മണിക്കൂറിന് ശേഷം, ചിലപ്പോൾ 4 മണിക്കൂറിന് ശേഷമായിരിക്കും ഈ പെനിട്രേഷൻ വരാതിരിക്കുന്നത്. ആ ടൈമാണ് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ പെനിട്രേറ്റ് ചെയ്ത് 5 mm താഴെ നിന്ന്, മോൾഡിൻ്റെ താഴെ നിന്ന് 5 mm വരെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു ടൈം, അതിനെയാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു. ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നീഡിൽ മാറ്റി വേറൊരു അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെ വെച്ചിട്ടാണ്, എപ്പോഴാണോ അതൊരു നമ്മുടെ ആ നമ്മുടെ ഈ സിമെൻറ്റിൽ അല്ലെങ്കിൽ സിമെൻറ്റ് ആ ടൈമിനാണ് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് മനസ്സിലായി. അടുത്തതിൻ്റെ ഒബ്സർവേഷനാണ്. അവിടെ നമ്മൾ ഈ കാര്യങ്ങളാണ് നോക്കുന്നത്. വെയിറ്റ് ഓഫ് ദ സിമെൻറ്റ് എത്രയാണ്, നോർമൽ കൺസിസ്റ്റൻസി ഓഫ് ദ ഗിവൺ സാമ്പിൾ ഓഫ് സിമെൻറ്റ് നോക്കും, വോളിയം ഓഫ് വാട്ടർ ആഡഡ്, ഏതൊരു സമയത്താണ് വാട്ടർ ആഡ് ചെയ്തത്, എത്രത്തോളം വാട്ടർ ആഡ് ചെയ്തു, ml, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒബ്സർവേഷനായിട്ട് എടുക്കുന്നത്. റിസൾട്ടിൽ നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ഏത് ടൈമിലാണ്, ആ 2 ടൈമുമാണ് കണ്ടുപിടിക്കുന്നത്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനലായിട്ടുള്ള സെറ്റിംഗ് ടൈം ഏത് സമയത്താണ് അത് ആ സിമെൻറ്റ് സാമ്പിളിൽ നടന്നത്. ആ 2 കാര്യങ്ങളാണ് നമ്മൾ റിസൾട്ടിൽ നോക്കുന്നത്. ഇനി മൂന്നാമത്തെ ടെസ്റ്റാണ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റ്. കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റ് അവിടെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിൽ കംപ്രസീവ് സ്ട്രെങ്ത് സിമെൻറ്റിൻ്റെ കണ്ടുപിടിക്കണം. അത് പറയുന്ന റിഫറൻസ് ആയിട്ടുള്ളൊരു IS കോഡാണ് IS 4031/1988. അതിൻ്റെ പാർട്ട് 6 പറയുന്നത്. ഇവിടെ നമുക്ക് വേണ്ട അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ മെഷീൻ, പോക്കിംഗ് റോഡ്, പിന്നെ ക്യൂബ് എന്ന് പറഞ്ഞാൽ മോൾഡ്, ക്യൂബിൻ്റെ മോൾഡ് അത് വേണം, പിന്നെ ബാലൻസ്, ഗേജ് ട്രവൽ, വാച്ച്, ഗേജ് ഗ്ലാസ് സിലിണ്ടർ, ഇത്രയാണ് നമുക്ക് അപ്പാരറ്റസ് ആയിട്ട് വേണ്ടത്. പിന്നെ അതിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ OPC, ഓർഡിനൻസ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് 43 ഗ്രേഡാണ്, വാട്ടർ, ഗ്രീസ്, സ്റ്റാൻഡേർഡ് സാൻഡ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെറ്റീരിയലായിട്ട് വേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ മോർട്ടർ ക്യൂബ്സ് പ്രിപ്പയർ ചെയ്യും. ക്യൂബ്സ് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് UTM, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ ഇത് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് സിമെൻറ്റ് മോർട്ടർ. ദാറ്റ് മീൻസ് 1:3 റേഷ്യോയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുന്നത്. 200 ഗ്രാം സിമെൻറ്റും 600 ഗ്രാം സ്റ്റാൻഡേർഡ് സാൻഡ്. ഇറ്റ് ഇൻ എ നോൺ പോറസ് ഇനാമിൽ ട്രേ ആൻഡ് മിക്സ് ദം വിത്ത് എ ട്രവൽ ഫോർ 1 minute. എന്നിട്ട് ഇതിനെ ഒരു നോൺ പോറസ് ആയിട്ടുള്ള ഒരു ട്രേയിൽ എടുത്തതിന് ശേഷം അതിനെ 1 minute ട്രവൽ കൊണ്ടിട്ട് മിക്സ് ചെയ്യുക. ഇനി ആവശ്യമായിട്ടുള്ള വാട്ടർ, quantity of combined weight of cement and sand, and mix 3 ingredients thoroughly until the mixture is of uniform color. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സിമെൻറ്റും സാൻഡും തമ്മിൽ മോട്ടർ ഉണ്ടാക്കാൻ മിക്സ് ചെയ്യുന്ന രീതിയിൽ അത് നല്ല രീതിയിൽ യൂണിഫോം കളറാവുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. ദ ടൈം ഓഫ് മിക്സിങ്, ഈ ടൈം ഓഫ് മിക്സിങ് പറയുന്നുണ്ട് 3 മിനിറ്റിനും താഴെ ആവാൻ പാടില്ല, 4 മിനിറ്റിന് മുകളിലും ആവാൻ പാടില്ല. ടൈം ശ്രദ്ധിക്കുക, 3 മിനിറ്റ്
താഴെ ആവാൻ പാടില്ല, 4 മിനിറ്റിന് മുകളിലാവാൻ പാടില്ല. അതായത് 3 മിനിറ്റ് മുതൽ 4 മിനിറ്റ് വരെ എന്നുള്ള 3 to 4 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്യണം. ഇനി ആ മിക്സിങ്ങിന് ശേഷം നമ്മുടെ അവിടെ ക്യൂബ് മോൾഡ് വെച്ചിട്ടുണ്ട്. ക്യൂബ് മോൾഡിൻ്റെ സൈസ് നമ്മൾ 70.6 mm, അതാണ് ക്യൂബ് മോൾഡിൻ്റെ സൈസ്. അപ്പോൾ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഫില്ല് ചെയ്യണം. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മോട്ടറിനെ ഫില്ല് ചെയ്യണം. എന്നിട്ട് സ്റ്റാൻഡേർഡ് വൈബ്രേറ്റിംഗ് ടേബിൾ വെച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി വൈബ്രേറ്റ് ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ് കോമ്പാക്ഷൻ എന്താണ് ചെയ്യുന്നത് അത് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എയർ മോളിക്യൂൾസ് പുറത്തു പോകാൻ വേണ്ടി. എന്നിട്ട് ഇതിനെ ഒരു മോൾസ് ഇൻ ക്യാബിനറ്റ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ റൂമിൽ ഒരു സ്റ്റാൻഡേർഡ് റൂം ടെമ്പറേച്ചർ, അത്രയും ടെമ്പറേച്ചർ കിട്ടുന്ന ഒരു സംഭവത്തിൽ വയ്ക്കുക. അത് ഒരു ദിവസം 24 hours വയ്ക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, ഇതിനെ റിമൂവ് ചെയ്യണം. ആ മോൾഡിനെ റിമൂവ് ചെയ്തിട്ട് ആ സ്പെസിമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോൾഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സിമെൻറ്റിൻ്റെ ആ ഒരു ക്യൂബ് കിട്ടും. ആ ക്യൂബിനെ ക്ലീൻ ചെയ്തിട്ട് വെള്ളത്തിലോട്ട് മുക്കിയിടണം. ഈ ക്യൂറിങ് ടാങ്ക് അല്ലെങ്കിൽ ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ മുക്കിയിടണം. എന്നിട്ട് ഇതിനെ 3 ദിവസത്തിന് ശേഷവും 7 ദിവസത്തിന് ശേഷവും 28 ദിവസത്തിന് ശേഷം, ശ്രദ്ധിക്കുക, 3 ദിവസം, 7 ദിവസം, 28 ദിവസം. അപ്പോൾ നമുക്കിപ്പോൾ 3 ദിവസത്തിൻ്റെ കാര്യം എടുക്കാം. ഈ 3 ദിവസത്തിന് ശേഷം ഇത് നമ്മൾ നല്ല രീതിയിൽ തുടയ്ക്കണം. എന്നാൽ വെള്ളത്തിൻ്റെ നനവ് മുഴുവൻ മാറ്റുന്ന രീതിയിൽ അതിനെ തുടയ്ക്കണം. തുടച്ചതിന് ശേഷം ഇതിനെ കംപ്രസീവ് ടെസ്റ്റിംഗ് മെഷീൻ, അങ്ങനെ ഒരു ടെസ്റ്റിംഗ് മെഷീൻ ഉണ്ട്, അല്ലെങ്കിൽ UTM, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ, അല്ലെന്നുണ്ടെങ്കിൽ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ നമ്മൾ അതുകൊണ്ട് വച്ചിട്ട് യൂണിഫോമായിട്ട് 14 Nm എന്ന ലോഡ്, 14 Nm² എന്ന ലോഡ് നമ്മൾ ഓരോ മിനിറ്റിലും അത് നമ്മൾ കൊടുക്കണം. പെർ മിനിറ്റിൽ അത്രയും ലോഡ് വെച്ചിട്ട് നമ്മൾ കൊടുക്കണം. ഏതെങ്കിലും ഒരു ലോഡിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അത് കുറേ നേരം ഇങ്ങനെ ഇരിക്കും. ഒരു ലോഡാവുന്ന സമയത്ത് അത് ബ്രേക്ക് ആവും. ക്യൂബ് ഇങ്ങനെ ഇരിക്കും. ക്യൂബ് നമ്മൾ വച്ചു, ഒരു ലോഡ് നമ്മൾ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഇങ്ങനെ ഇരിക്കും. ഇവിടെ മെഷീൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ക്യൂബ് വെച്ചു, ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിവിടെ നിങ്ങോട്ട് ലോഡ് കൊടുക്കും. ലോഡ് എന്ന് പറഞ്ഞാൽ 14 Nm² പെർ മിനിറ്റ്, ഓരോ മിനിറ്റ് അത്രയും വെച്ചിട്ട് നമ്മൾ കൊടുക്കണം. ഒരു സമയത്ത് വെച്ചിട്ട് ലോഡ് നല്ല കൂടി ഇതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ട് ഇതെന്ത് ചെയ്യും, ഒന്ന് ക്രാക്കാവും. ആ ടൈം നമ്മൾ എടുക്കണം. അതായിരിക്കും അതിൻ്റെ 3 ദിവസത്തെ കംപ്രസീവ് സ്ട്രെങ്ത്. നമ്മൾ 3 ദിവസത്തിൻ്റെ ആണ് എടുത്തത്, അപ്പം 3 ദിവസത്തെ കംപ്രസീവ് സ്ട്രെങ്ത്. ഇതേപോലെ നമ്മൾ 2 ക്യൂബ്സ് കൂടെ ഉണ്ടാക്കണം. ഒരു ക്യൂബ് 7 ദിവസം വെള്ളത്തിന് ഇട്ടതിന് ശേഷം നമ്മൾ എടുക്കണം. എടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് അത് വീണ്ടും പൊളിക്കണം. അപ്പോൾ ഒരു ക്രാക്ക് വരും, അപ്പോൾ നമുക്കൊരു സ്ട്രെങ്ത് കിട്ടും. പിന്നെ 28 ദിവസത്തിന് ശേഷം നമ്മളൊരു ക്യൂബ് 28 ദിവസം നമ്മൾ വെള്ളത്തിലിട്ടതിന് ശേഷം എടുത്ത് അതിനെ ക്ലീൻ ചെയ്ത് വീണ്ടും കംപ്രസീവ് സ്ട്രെങ്തിങ് ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ച് നമ്മൾ വീണ്ടും അതിനെന്ത് ലോഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ക്രാക്ക് വരും. ആ സ്ട്രെങ്ത് അങ്ങനെ 3 രീതിയിൽ, 3 ദിവസവും 7 ദിവസവും 28 ദിവസവും, അങ്ങനെ 3 രീതിയിൽ നമ്മൾ സ്ട്രെങ്ത് കണ്ടുപിടിക്കും. അതിനെയാണ് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒബ്സർവേഷൻസ്. ഇതിപ്പം 3 ടേബിൾ കോളം നമ്മൾ വേണ്ടി വരും. 3 ദിവസത്തേക്കും 7 ദിവസത്തേക്കും 28 ദിവസത്തേക്കും. അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ടേബിൾ കോളത്തിൻ്റെ മോഡൽ. നമുക്ക് കിട്ടുന്ന വാല്യൂ, കംപ്രസീവ് ടെസ്റ്റിംഗ് മെഷീനിൽ നമുക്ക് കിട്ടുന്ന 3 ദിവസത്തിൽ നമുക്ക് എത്ര Nm² കിട്ടി, 7 ദിവസത്തിൽ നമുക്ക് എത്ര Nm² കിട്ടി, 28 ദിവസത്തിൽ നമുക്ക് എത്ര Nm² കിട്ടി. ഇതാണ് നമ്മുടെ വാല്യൂസ്. അപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി, ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.